എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2025 PSC ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ WCPOന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള വുമൺ CPOന്റെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വേഗം ആൻസർ പറഞ്ഞ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ പോരട്ടെ, വി സുബ്രഹ്മണ്യൻ അല്ലെ, വി സുബ്രഹ്മണ്യൻ. അപ്പോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ മനുഷ്യന് അവകാശം കിട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലെ. അപ്പൊ വി വെച്ചിട്ട് തന്നെ വി രാമസുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ അവകാശം കിട്ടാൻ വേണ്ടി രാമനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, തെറ്റിക്കേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ശരിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. ഇനി അടുത്ത പോയിന്റ് നോക്കി, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഓക്കെ, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ബ്രേക്ക് വാട്ടർ ചോദിക്കുകയാണെങ്കിലും അത് ഈ പറഞ്ഞിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള 4 പോയിന്റ്സും ശരിയാണ്, എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ. ഒന്നും കൂടെ നമുക്ക് പോയിന്റുകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് തുറമുഖം, സെമി ഓട്ടോമാറ്റിക് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ബ്രേക്ക് വാട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 അല്ലെ. അപ്പോ ജസ്റ്റ് ഓർത്ത് വെക്കാം, 2-ാം മാസം ഫെബ്രുവരി 2-ാം ദിവസം അല്ലെ. അപ്പൊ നമ്മുടെ രണ്ട് കണ്ണിന്നും വെള്ളം വരും, തണ്ണി വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 2-ാം മാസവും അതേപോലെ തന്നെ 2-ാം ദിവസവുമാണെന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. ലോക തണ്ണീർത്തട ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫെബ്രുവരി 2-നാണ്. അടുത്ത ചോദ്യം നോക്കാം. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റുകൾ നോക്കാം. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം കറക്റ്റ് ആണ്. പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3-ാം കിരീടമാണ് അല്ലെ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3-ാം കിരീടമാണ്, കറക്റ്റ് ആണ്. രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ രോഹിത് ശർമ്മയല്ല അല്ലെ, ടൂർണമെന്റിലെ താരം ആരായിരുന്നു? അത് രജിൻ രവീന്ദ്രയാണ് അല്ലെ. അപ്പൊ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ താരമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പോയിന്റ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഡി ആണ്. 3 മാത്രം തെറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചു പോവാ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ന്യൂഡൽഹിയിൽ 2023 കൂടിയിട്ടുള്ള G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? അതിന്റെ മുദ്രാവാക്യം? G20 അല്ലെ, 2023 കൂടിയിട്ടുള്ള G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി അല്ലെ. ആൻസർ വരുന്നത് ഡി ആണ്. 3 മാത്രമാണ് ശരി അല്ലെ. അപ്പൊ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ. ആൻ മക്ലെയിനും നിക്കോൾ അയേഴ്സിനുമൊപ്പമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും US-ൽ നിന്ന് സ്റ്റാർലൈനർ പേടകത്തിൽ ഇറങ്ങി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത് നോക്കാം. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി അല്ല, അമേരിക്കയുടെയാണ് അല്ലെ. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്
3 മാത്രം ശരി. അതായത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? അത് HPV വാക്സിനേഷൻ ആണ് കേട്ടോ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷന്റെ പേര് ഏതാണ്? HPV വാക്സിനേഷൻ. ഓക്കെ, ഇനി ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇന്ത്യ 28 സ്വർണം നേടി. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. ഇന്ത്യക്ക് 28 സ്വർണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. അല്ല, തെറ്റാണ് അല്ലെ. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ആൻസർ പറഞ്ഞോളൂ. 4-ാം സ്ഥാനമാണ്. അപ്പൊ ആദ്യത്തെ 3 സ്ഥാനം ഏതൊക്കെയാണ്? ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യ വന്നിട്ടുള്ളത് അല്ലെ. ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, അതിനുശേഷമാണ് ഇന്ത്യ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ 4-ാം സ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഈ ബി ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ചൈനയിലെ ഹാങ്ഫുയിൽ നടന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തത് ജപ്പാനിൽ നടക്കും. അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ സെക്കൻഡ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയിട്ടുള്ള 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായിട്ടുള്ള കേരളത്തിലെ ആദ്യ നഗരം നിങ്ങൾക്കറിയാം ഏതാണത്? അത് നമ്മുടെ കോഴിക്കോടാണ്. അപ്പൊ സാഹിത്യ നഗരം എന്നറിയപ്പെടുന്നത് ഏതാ? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട്. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മേളനങ്ങളിൽ ഒന്നായിട്ടുള്ള കേരളത്തിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താ? അത് ഗണതന്ത്ര മണ്ഡപമാണ് കേട്ടോ. ഗണതന്ത്ര മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ഗണതന്ത്ര മണ്ഡപം. അപ്പൊ ഇവിടെയുള്ള ബാക്കി ഓപ്ഷൻസും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. അപ്പൊ അമൃത് ഉദ്യാൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം കേട്ടോ. ഉദ്യാനത്തിന് നൽകിയിട്ടുള്ള പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അശോക മണ്ഡപം എന്ന് പറയുന്നത് എന്തായിരുന്നു? രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക മണ്ഡപം. ഇത് ചോദിച്ചിട്ടുള്ളത് ദർബാർ ഹാളിന്റെ പേരാണ് കേട്ടോ. അപ്പൊ ദർബാർ ഹാളിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് ഗണതന്ത്ര മണ്ഡപം. അശോക ഹാളിന്റെ പുതിയ പേര് ചോദിക്കുകയാണെങ്കിൽ അശോക മണ്ഡപം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് എവിടെയായിരുന്നു? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? യെസ്, അത് വേഗം ആൻസർ പോരട്ടെ. കസാൻ, റഷ്യ അല്ലെ. ഓപ്ഷൻ എ ആണ്. കസാൻ, റഷ്യയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി കേട്ടോ. തെറ്റണ്ട. ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? കസാൻ, റഷ്യയിലായിരുന്നു. 2024 നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവിടെ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പഠിച്ചു പോവാം. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാ? വേഗം ഒന്ന് ആൻസർ പറഞ്ഞോളൂ. അത് ബ്രസീലിലാണ് അല്ലെ. ബ്രസീലാണ്. അപ്പൊ റഷ്യ കഴിഞ്ഞിട്ട് പിന്നെ ബ്രസീലിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ റിയോ ഡി ജനീറോ ബ്രസീലിലാണ് കേട്ടോ. റിയോ ഡി ജനീറോ ബ്രസീലാണ് 2025 വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 10 ആണ്. ഓക്കെ, അപ്പൊ ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 10 ആണ്. 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായിട്ട് അംഗത്വം നേടിയിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. അപ്പൊ 2025 പുതിയതായിട്ട് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇന്തോനേഷ്യ. ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാനം. ഓക്കെ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? കേരളമാണ് അല്ലെ. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാനം. ഓക്കെ, അപ്പൊ ലഞ്ച് ബെല്ലിന് തുടക്കം കുറിച്ചിട്ടുള്ളത് 2024 തിരുവനന്തപുരത്തായിരുന്നു. ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് MB രാജേഷ് ആണ് കേട്ടോ. ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് MB രാജേഷ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കി പോവാം. ലഞ്ച് ബെൽ പദ്ധതിയിലൂടെ ഭക്ഷണത്തിന് ഓർഡർ നൽകുന്നതിനായിട്ട് വികസിപ്പിച്ചിട്ടുള്ള മൊബൈൽ ആപ്പാണ് പോക്കറ്റ് മാർട്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പോക്കറ്റ് മാർട്ട് കേട്ടോ. പോക്കറ്റ്
മാർട്ട്. അപ്പൊ എന്താണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്നത്? ലഞ്ച് ബെൽ പദ്ധതിയിലൂടെ ഭക്ഷണത്തിന് ഓർഡർ നൽകുന്നതിനായിട്ട് വികസിപ്പിച്ചിട്ടുള്ള മൊബൈൽ ആപ്പാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്പ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായിട്ടുള്ള മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കൂ. എല്ലാവരും ആൻസർ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഏതാണ് അത്? തെലുങ്കാനയാണ് അല്ലെ? തെലുങ്കാനയാണ്. അപ്പോ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായിട്ടുള്ള മഹാലക്ഷ്മി സ്കീം. ഓക്കെ, അത് എവിടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എവിടെയാണ്? അത് തെലുങ്കാനയിലാണ് അല്ലെ? തെലുങ്കാനയിലാണ്. അപ്പോ ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2023 അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2024 പാരീസ് ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുള്ള ടീമിലെ മലയാളി താരം. ഡൗട്ട് ഒന്നും വേണ്ട, ആരാണത്? PR ശ്രീജേഷ് ആണ് അല്ലെ? PR ശ്രീജേഷ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, PR ശ്രീജേഷ്. അടുത്ത പോയിന്റ് നോക്കാം. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ള സംഘടനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നിഹോൺ ഹിൻഡാൻക്യൂ ആണ് അല്ലെ? നിഹോൺ ഹിൻഡാൻക്യൂ. നമ്മൾ ഇതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നൊബേൽ പുരസ്കാരം 2024 ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സമാധാനം കിട്ടണമെങ്കിൽ ഒരുപാട് ഹോൺ അടിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ വണ്ടിയുടെ ഒക്കെ ഹോൺ കേട്ട് കഴിയുമ്പോഴുള്ള സമാധാനം പോകും എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ള സംഘടന ചോദിക്കുകയാണെങ്കിൽ അത് നിഹോൺ ഹിൻഡാൻക്യൂ ആണ്. നിഹോൺ ഹിൻഡാൻക്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ആൻസർ പോരട്ടെ. അത് കാരിച്ചാൽ ചുണ്ടനാണ് അല്ലെ? കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പോ 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്ക. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പറയാവോ എന്തായിരുന്നു 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ അല്ലെ? അത് തയ്യാറാക്കിയിട്ടുള്ളത് KV ബിജിമോൾ ആണ്. കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്ക. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ അത് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ചോദിക്കുകയാണെങ്കിൽ അത് കാരിച്ചാൽ ചുണ്ടൻ അല്ലെ? കാരിച്ചാൽ ചുണ്ടനാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അല്ലെ? ഇന്ത്യയാണ് 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയാണ്. അപ്പൊ 2025 ഖോഖോ ലോകകപ്പിന്റെ വേദി എവിടെയാ? എവിടെയായിരുന്നു? ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ന്യൂഡൽഹി. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. എവിടെയാണ്? ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ന്യൂഡൽഹി കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ. ഖോഖോ ലോകകപ്പ് 2025 വിജയികൾ പുരുഷ ടീം ഇന്ത്യ നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ആരെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്? നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വനിതാ ടീമും ജയിച്ചിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ്, നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തേജസ്സും താരയാണ്. ഏതൊക്കെയാണ്? തേജസ്സും താര കേട്ടോ. അപ്പൊ തേജസ്സും താരയാണ് 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ കൂട്ടാണ് അല്ലെ? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. അപ്പൊ ഫോണൊക്കെ മാറ്റി വെച്ച് അവർക്ക് ഒരു കൂട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ കൂട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കൂട്ടാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്? ആൻസർ പോരട്ടെ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്? ആൻസർ കൊല്ലം ജില്ലയിലാണ് അല്ലെ? ഓക്കെ, കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി അവിടെ തന്നെ ജസ്റ്റ് കുറച്ച് പോയിന്റുകളും കൂടെ അറിഞ്ഞു വെച്ചേക്ക. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത കോടതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പറയാവോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത കോടതി ചോദിക്കുകയാണെങ്കിൽ അത് കേരള ഹൈക്കോടതിയാണ് അല്ലെ? കേരള ഹൈക്കോടതിയാണ്. 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയാണ് 24/7 ഓൺ കോടതി കേട്ടോ. അതും കൂടെ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ 24/7 ഓൺ കോടതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക്ഡ് കോടതി എന്നാണ് അതിന്റെ പുതിയ ഡിജിറ്റൽ കോടതി അറിയപ്പെടുന്നത്. അപ്പോൾ 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയാണ് 24/7 ഓൺ കോടതി.
ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത കോടതി ചോദിക്കുകയാണെങ്കിൽ അത് കേരള ഹൈക്കോടതിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? വേഗം പറഞ്ഞോളൂ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് NS മാധവനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് കോഡ് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു മമ്മൂട്ടിയുടെ അല്ലെ, ഹിറ്റ്ലർ സിനിമേനകത്ത്. അപ്പൊ ഒരു അച്ഛനെ പോലെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. അപ്പോ NS മാധവൻ എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? NS മാധവനാണ് എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായിട്ടുള്ള യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം. യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അല്ലെ. പശ്ചിമ ബംഗാളാണ്. യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? വേഗം ആൻസർ പറഞ്ഞോളൂ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അല്ലെ. ജസ്റ്റ് ഓർത്ത് വെക്കാം, കൃഷ്ണന്റെ ഒക്കെ ഒരു കളർ ബ്ലൂ കളർ, അതുപോലെ തന്നെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ, വൈദ്യുതി അടിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ ആവുന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പഠിച്ചു പോവുക. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ചോദിക്കുകയാണെങ്കിൽ അത് കെ കൃഷ്ണൻകുട്ടിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ആണ് കേട്ടോ. ജലവിഭവ വകുപ്പ് മന്ത്രി ചോദിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ. ഫിഷറീസ് വകുപ്പ് ചോദിക്കുകയാണെങ്കിലോ അത് സജി ചെറിയാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആൻസർ പറഞ്ഞോളൂ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഹാൻ കാങ്ങിനാണ് അല്ലെ. ഹാൻ കാങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് നമുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കുക അല്ലെ. അപ്പൊ 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഹാൻ കാങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അവിടെ തന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെ ഒന്ന് നമുക്ക് കേട്ടുപോവാം. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് കേട്ടോ. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടി. ഓക്കെ, ഏത് നോവലിനാണ് കിട്ടിയിട്ടുള്ളത്? മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് കേട്ടോ, ദ വൈറ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ ആ പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 2024 നടന്നിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. എന്താണ് ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നിട്ടുള്ളത് അല്ലെ. 2024 നടന്നിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് കസാനിലായിരുന്നു. അത് എത്രാമത്തെയായിരുന്നു? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ, റഷ്യയിൽ. ഓക്കെ, ഇനി കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റാണ്. എവിടെയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്? റഷ്യയിലാണ് അല്ലെ, റഷ്യ. ഇനി ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ചൈനയിലാണ് അല്ലെ. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ചൈനയിലാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ 2009 ബ്രിക്സ് രൂപം കൊണ്ടിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ബ്രിക്സിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ്. അതേപോലെ തന്നെ 2009 ബ്രിക്സ് രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റും തെറ്റാണ്. ന്യൂഡൽഹി അല്ല, ചൈനയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്ക്. ഹാങ്ഷായി അല്ലെ, ഹാങ്ഷായി എന്ന് പറഞ്ഞിട്ട് ചൈനയിലാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 1ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി 2025 ജാനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യ. ആ പോയിന്റ് അറിഞ്ഞു വെച്ചേക്കാം. 2025 ജാനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായിട്ടുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ബ്രിക്സിലെ നിലവിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം അതും വേണമെങ്കിൽ ചോദിക്കാം. എത്രയാണ്? 10 ആണ് കേട്ടോ. ബ്രിക്സിലെ നിലവിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് 10 ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആരാ? NS മാധവനാണ്. വയലാർ അവാർഡ് ആർക്കാ കിട്ടിയിട്ടുള്ളത്? അശോകൻ ചെരുവിൽ അല്ലെ. ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു വയൽ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അപ്പൊ 2024 അശോകൻ ചെരുവലിനാണ് വയലാർ പുരസ്കാരം അല്ലെങ്കിൽ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. കേരള ജ്യോതി പുരസ്കാരം ആർക്കാ കിട്ടിയിട്ടുള്ളത്? കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് MK സാനുവിനാണ് കിട്ടിയിട്ടുള്ളത്.
ഓക്കെ. കേരള ജ്യോതി 2024 പുരസ്കാരം കിട്ടിയിട്ടുള്ളത് MK സാനു. ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാ? ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് K അരവിന്ദാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, K അരവിന്ദാക്ഷൻ എന്നുള്ളത് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ കോഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓടക്കുഴൽ അരയിൽ വെച്ചിട്ട് പോകുന്ന കൃഷ്ണനെ ഓർത്താൽ മതി. അപ്പൊ K അരവിന്ദാക്ഷൻ, അരയിൽ വെച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഓർക്കാം. അരവിന്ദാക്ഷൻ കേട്ടോ. ഏത് നോവലിനാണ് കിട്ടിയിട്ടുള്ളത്? ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇവിടുത്തെ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ആൻസർ വരുന്നത് S സോമനാഥും ഭുവനേശ്വരിയാണ് അല്ലെ. കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് S സോമനാഥും അതേപോലെ തന്നെ ഭുവനേശ്വരി. S സോമനാഥ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, നമ്മുടെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഭുവനേശ്വരി കൃഷിയാണ്. പ്രഭ അതിനകത്തൊരു ഭായ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഭുവനേശ്വരി ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. നമ്മുടെ ISRO ചെയർമാനൊക്കെ ആയിരുന്നല്ലോ S സോമനാഥ്, അതൊക്കെ ആയിട്ടൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോ ഇനി അടുത്ത ചോദ്യം നോക്കാം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ്? ഒരുപാട് തവണയായി ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരണം അല്ലെ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ്? റഷ്യ. നമ്മൾ ഒരുപാട് തവണ തന്നെ ഡിസ്കസ് ചെയ്തു, കസാനിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആരാണ്? പുടിൻ ആയിരുന്നു അല്ലെ. വ്ളാഡിമിർ പുടിൻ ആണ്, റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഇനി 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് കേട്ടോ. 2025 ഏതാണ്? റഷ്യ കഴിഞ്ഞിട്ട് പിന്നെ ബ്രസീലിലേക്കാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയാണ് കേട്ടോ. പാലക്കാടും ചേലക്കരയാണ്, ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ് അല്ലെ. റോഷി അഗസ്റ്റിൻ ആണ്. ഓക്കെ, ജസ്റ്റ് അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചേക്ക്. ഈ ഓഗസ്റ്റ് നമുക്ക് ആലോചിക്കാം. ഓഗസ്റ്റ് മാസത്തിൽ നന്നായിട്ട് മഴ പെയ്യും, ജലം വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തു വെക്കാം അല്ലെ. റോഷി അഗസ്റ്റിൻ ആണ്. പിന്നെ വൈദ്യുതി മന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? K കൃഷ്ണൻകുട്ടിയാണ്. മൃഗസംരക്ഷണൊക്കെ ആണെങ്കിൽ ചിഞ്ചുറാണി അല്ലെ. കൃഷിയാണെങ്കിൽ പ്രസാദ്. കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രസാദം കിട്ടും, സന്തോഷമാവുന്നൊക്കെ ഓർത്തു വെക്കാം. P പ്രസാദ്. അതേപോലെ തന്നെ ആരോഗ്യം കുടുംബക്ഷേമം അതൊക്കെ വരുന്നത് വീണ ജോർജ്. ഫിഷറീസ് സാംസ്കാരികമൊക്കെ വരുന്നത് സജി ചെറിയാൻ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയ ടാസ്കും കൂടി ഉണ്ട്. എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ കമന്റ് സെഷൻ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതും കൂടെ യൂസ്ഫുൾ ആവും കേട്ടോ. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഒരു ചോദ്യം കൂടെ ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ള രാജ്യം ഏത്? ഓക്കെ, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ള രാജ്യം എല്ലാവരും കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. താങ്ക് യു ഓൾ.